ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയോടെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ശബരിമല തന്ത്രിയും സംശയത്തിന്റെ നിഴലിലേക്ക് എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്നതായി പോറ്റി തന്നോട് പറഞ്ഞിരുന്നു എന്ന് പത്മകുമാർ മൊഴി നൽകിയെന്നാണ് വിവരം. താൻ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് തന്നെ തന്ത്രി കുടുംബത്തിന്റെ ആളായിട്ടാണ്. അതേപോലെ തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത പരിചയമുണ്ടായിരുന്നു എന്നാണ് പത്മകുമാർ SITക്ക് നൽകിയ മൊഴിയെന്നാണ് വിവരം. എന്നാൽ ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ള ആണെന്ന ആരോപണം പത്മകുമാർ ഇപ്പോഴും SITക്ക് മുന്നിൽ സമ്മതിച്ചിട്ടുമില്ല. ശബരിമലയെ പുനരുദ്ധരിക്കാനും നവീകരിക്കാനുമുള്ള നടപടികളാണ് നടന്നതെന്നും സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഉരുപ്പടികൾ കൊടുത്തുവിട്ടത് എന്നുമാണ് പത്മകുമാറിന്റെ നിലപാട്. സ്വർണ്ണ ഉരുപ്പടികൾക്ക് കാലപ്പഴക്കത്തെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അത് മിനുക്കാനും ഒപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനും വേണ്ടിയാണ് കൊണ്ടുപോയതെന്നും ദ്വാരപാലക പാളികളും കട്ടിളപ്പാളിയും വാതിലും ഉൾപ്പെടെയുള്ളവയാണ് അതിനായി കൊണ്ടുപോയതെന്നും പത്മകുമാർ പറയുന്നു. ഈ തീരുമാനം താൻ മാത്രമായി എടുത്തതല്ല, എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കൂട്ടായ തീരുമാനമാണ് എന്നാണ് പത്മകുമാർ മൊഴിയിൽ പറയുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയോ കടകംപള്ളി സുരേന്ദ്രനോ എന്തെങ്കിലും പ്രത്യേക താല്പര്യം എടുത്തതായി പത്മകുമാറിന്റെ മൊഴിയിൽ വ്യക്തതയില്ല. ഈ വിഷയത്തിൽ അന്വേഷണ സംഘം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രി കണ്ഠരര് രാജീവർ ആണെന്നാണ് പത്മകുമാർ SITക്ക് മൊഴി നൽകിയത്. ഈ പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ തന്നെയാണ് അനുമതി നൽകിയതെന്നും തന്ത്രി കൊണ്ടുവന്ന ആളായതുകൊണ്ട് താൻ കണ്ണടച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചുവെന്നും പത്മകുമാർ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ ആറന്മുളയുള്ള വീട്ടിൽ വരാറുണ്ടെന്നും എന്നാൽ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പത്മകുമാർ പറയുന്നത്. അതേസമയം സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്നായിരുന്നു കണ്ഠരർ രാജീവർ മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ഠരർ രാജീവർ, കണ്ഠരർ മോഹനർ എന്നിവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് അനുമതി നൽകിയത്, അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലെന്നുമാണ് വിശദീകരണം. പോറ്റിയെ ആദ്യം അറിയുന്നത് കീഴ്ശാന്തി എന്ന നിലയിലാണ്. സ്പോൺസർ എന്ന നിലയിൽ ആ പരിചയം പിന്നീട് തുടർന്നു എന്നും മൊഴിയിലുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPMന്റെ ഉന്നത നേതാക്കളിൽ ജയിലിൽ പോകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യ പങ്കുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ്. പത്മകുമാറിനെയും വാസുവിനെയും ചോദ്യം ചെയ്തപ്പോൾ കടകംപള്ളിക്കും പങ്കുള്ളതായി മൊഴി കൊടുത്തിട്ടുണ്ട്. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന് ഒട്ടേറെ തെളിവുകളുമുണ്ട്. അതിനാൽ CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്ന് സതീശൻ കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ പ്രസിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP പിണറായി സർക്കാരിനെതിരെ പ്രതികരിക്കാത്തത് അവർ തമ്മിലുള്ള രഹസ്യ ധാരണ കൊണ്ടാണെന്നും സതീശൻ പറഞ്ഞു. വടക്കേ ഇന്ത്യയിൽ മിഷണറിമാരെ ആക്രമിക്കുകയും പള്ളികൾ തകർക്കുകയും ആരാധന തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന BJP കേരളത്തിൽ ക്രൈസ്തവ പ്രീണനം നടത്തുന്നത് ഇരട്ടത്താപ്പാണ്. ആട്ടിൻതോലൊടിഞ്ഞ BJPയുടെ വർഗീയ അജണ്ട കേരളത്തിലെ ക്രൈസ്തവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കിട്ടുമായിരുന്ന വോട്ടുകൂടി ഇല്ലാതാക്കാൻ പിണറായിയുടെ ഭരണം ഇടയാക്കിയെന്നും സതീശൻ പറഞ്ഞു. അതേസമയം BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത ശേഷം വേണം തന്ത്രിമാരുടെ മൊഴി എടുക്കാൻ എന്നാണ്. പത്മകുമാർ പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നും അതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കാത്തത് എന്നും K സുരേന്ദ്രൻ പറയുന്നു. സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണെന്നും N വാസുവും പത്മകുമാറും പിണറായി വിജയന്റെ അടുത്ത അനുയായികൾ ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നതെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു.